നമസ്കാരം. ഇപ്പൊ സമത്വത്തിലെ വേറൊരു ഇമ്പോർട്ടന്റ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറോപ്പത്തിക് മെഡിസിൻ ആണ്. അതായത് നമുക്കറിയാം, ഈ ഇടയ്ക്ക് നമ്മൾ ഫാസ്റ്റിംഗിന് ഒത്തിരി പ്രാധാന്യം വന്നത്, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, തെറപ്യൂട്ടിക് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫാസ്റ്റിങ്ങുകളുണ്ട്. അപ്പൊ ഫാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്ലെൻസിങ്ങിന് വേണ്ടി, കട്ട് ക്ലെൻസ് എന്നൊക്കെ പറയുന്നത്, അതായത് നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോഇമ്യൂൺ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഓട്ടോഇമ്യൂണിറ്റി അല്ലെങ്കിൽ അലർജിയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്കൊരു ഫാസ്റ്റിംഗ് പ്രോട്ടോകോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് പേഷ്യൻസിന്. അത് നിശ്ചിത സമയത്ത് നിശ്ചിത രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ജ്യൂസുകളോ എന്താന്ന് വെച്ചാൽ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് കൂടാണ്ട് നമുക്ക് ചെറിയ ചെറിയ ഹൈഡ്രോതെറപ്പി ട്രീറ്റ്മെന്റ്സ്, അതായത് ചൂട് വെക്കുക, തണുത്ത വെള്ളത്തിന്റെ ഉപയോഗം, ഇതൊക്കെ നമുക്ക് ഹൈഡ്രോതെറപ്പി ട്രീറ്റ്മെന്റ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇൻ അഡീഷൻ നമുക്ക് മാഗ്നറ്റിക് ഇഫക്റ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്ന അനദർ ഏരിയ ആണ്, എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നു. അപ്പൊ അതും എല്ലാം നമ്മൾ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ആയിട്ട് ഉപയോഗിക്കും. ഇനി ഇതിന്റെ ഭാഗമായിട്ട് ശരിക്കും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ എക്സ്പോഷർ ആണ്. നമ്മളിപ്പോ 5G യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ രാത്രിയൊക്കെ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ വൈഫൈ ഓഫ് ചെയ്ത് വെക്കാനും അങ്ങനെ മിനിമം റേഡിയേഷൻ എക്സ്പോഷറിലേക്ക് പോകാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നാച്ചുറോപ്പതിനെ പല ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസും നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്താറുണ്ട്.